നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കാര്യല്ലേ, എനിക്ക് ക്ഷീണിച്ചു, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു എന്നൊക്കെ. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പറയുന്ന ഞാൻ ആരാണെന്ന്? നമ്മൾ എന്തുകൊണ്ടാവും നമ്മളല്ലാത്ത പലതുമാണ് ഞാനെന്നിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? ഈയൊരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. വേദാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റാണ് ഉപാധി. അതുവെച്ച് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ ഒരു ഐഡിയ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു സിമ്പിൾ ഉദാഹരണമെടുക്കാം. ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ, നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു നിറവുമില്ലാത്ത ഒരു ക്രിസ്റ്റൽ. അതിൻ്റെ തൊട്ടടുത്ത് നല്ല ചുവന്നൊരു പൂവ് വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ആ ക്രിസ്റ്റൽ എങ്ങനെ കാണപ്പെടും? ചുവന്ന നിറത്തിലല്ലേ? പക്ഷേ ഒരു സെക്കൻഡ്, ആ ക്രിസ്റ്റൽ ശരിക്കും ചുവന്നതാണോ? കണ്ടോ, ഈ ഒരു കുഞ്ഞു ചോദ്യത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വലിയൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഇത് വെറുമൊരു ക്രിസ്റ്റലിൻ്റെ കാര്യമല്ലേ എന്ന് തോന്നാം. പക്ഷേ ഈ ഒരു മിഥ്യാബോധത്തില്, ഈ ഒരു ഇല്യൂഷന് വേദാന്ത തത്വചിന്തയിൽ വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും യഥാർത്ഥത്തിൽ ഉള്ളതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമുണ്ടല്ലോ, അതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സത്യം പറഞ്ഞാൽ ആ ക്രിസ്റ്റലിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താ? നിറമില്ലായ്മ. അതങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ആ ചുവപ്പ് നിറമോ? അത് വെറുമൊരു തോന്നലാണ്. കേവലം അടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം ഒരു സാധനത്തിൻ്റെ ഗുണങ്ങൾ മറ്റൊന്നിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രതിഭാസമുണ്ടല്ലോ, അതിനെയാണ് ആരോപണം, അല്ലെങ്കിൽ ടെക്നിക്കലായി പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈയൊരു പ്രതിഭാസത്തിനാണ് വേദാന്തം ഒരു പേര് കൊടുത്തിരിക്കുന്നത്, ഉപാധി. എന്താണ് ഉപാധി? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിനെ എന്തോ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നത് പോലെ, പരിമിതപ്പെടുത്തുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഘടകം. ഞാൻ ആ തോന്നിപ്പിക്കുന്നത് എന്ന വാക്ക് പ്രത്യേകം എടുത്തു പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ ലിമിറ്റേഷൻ ശരിക്കും ഉള്ളതല്ല, അതൊരു മിഥ്യാബോധം മാത്രമാണ്. ഈ ഉപാധി എന്ന വാക്ക് വന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ സംഭവം കുറച്ചുകൂടി ക്ലിയറാവും. ഇത് രണ്ട് വാക്കുകൾ ചേർന്നതാണ്. ഉപ എന്ന് വെച്ചാൽ അടുത്ത്, ധി എന്ന് വെച്ചാൽ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടി ചേർത്താലോ? അടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം തൻ്റെ ഗുണഗണങ്ങൾ മറ്റൊന്നിലേക്ക് കൈമാറുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് എന്താണോ, അതാണ് ഉപാധി. സിമ്പിളല്ലേ? ഇവിടെ നമ്മൾ രണ്ട് ടെക്നിക്കൽ വാക്കുകൾ കൂടി ഓർത്തിരിക്കണം. ഒന്ന് ഉപാധിക, രണ്ട് ഉപാഹിതം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ആ ചുവന്ന പൂവില്ലേ, അതിൻ്റെ ഗുണമാണല്ലോ ക്രിസ്റ്റലിൽ കണ്ടത്. അപ്പോൾ ആ പൂവാണ് ഉപാധിക. ഇനി ആ ഗുണത്തെ സ്വീകരിക്കുന്നത് പോലെ തോന്നുന്ന നിറമില്ലാത്ത ക്രിസ്റ്റലുണ്ടല്ലോ, അതാണ് ഉപാഹിതം. ഈ ഒരു ഡിഫറൻസ് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്, കാരണം മുന്നോട്ട് പോകുമ്പോൾ ഇത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലിൻ്റെയും പൂവിൻ്റെയും കാര്യമൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. ഈ ഉപാധി എന്ന ആശയം വെറുമൊരു ഫിലോസഫി മാത്രമല്ല, ഇത് ഓരോ നിമിഷവും നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് പ്രായമായി എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയാറില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കും, ഇവിടെയെല്ലാം എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഓരോരോ അവസ്ഥകളെ എടുത്ത് നമ്മുടെ യഥാർത്ഥ ഞാനിലേക്ക് ചേർത്ത് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷവും ക്ഷീണവുമൊക്കെ ശരീരത്തിനും മനസ്സിനുമുള്ളതാണ്, അല്ലാതെ നിങ്ങൾക്കല്ല. വേറൊരു ഉദാഹരണം നോക്കിയാലോ? ഒരു രാജാവിനെ എടുക്കാം. എന്തുകൊണ്ടാണ് ഒരാൾ രാജാവാകുന്നത്? അയാൾ ജനിച്ചപ്പോഴേ രാജാവാണോ? അല്ലല്ലോ. അയാളുടെ ആ രാജത്വം എന്ന് പറയുന്നത് ആ വ്യക്തിയിലല്ല ഉള്ളത്. അതെവിടെയാ ഉള്ളത്? കിരീടം, അധികാരം, രാജ്യം, അങ്ങനെയുള്ള കുറേ ഉപാധികളിലാണ്. ആ ഉപാധികളൊക്കെ ഒന്ന് എടുത്തു മാറ്റി നോക്കിക്കേ, പിന്നെ അവിടെ രാജാവില്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രം. അപ്പോൾ എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ല, നിങ്ങൾ നിങ്ങളുടെ ശരീരമല്ല, നിങ്ങളുടെ സ്റ്റാറ്റസ് അല്ല. ഇതെല്ലാം താൽക്കാലികമായി നിങ്ങൾക്കൊരു ഐഡന്റിറ്റി തരുന്ന ചില ഉപാധികൾ അല്ലെങ്കിൽ കണ്ടീഷനിംഗ് ഫാക്ടേഴ്സ് മാത്രമാണ്. ഇതൊന്നും നിങ്ങളുടെ യഥാർത്ഥ സ്വത്തുവല്ല. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലേക്ക് പോകാം. ഇതേ ഉപാധി എന്ന ആശയം എങ്ങനെയാണ് അനന്തമായിട്ടുള്ള ആത്മാവിനെ നമുക്ക് മുന്നിൽ വളരെ ലിമിറ്റഡായ ഒന്നായി കാണിച്ചു തരുന്നത് എന്ന് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അനന്തമായി പറന്നുകിടക്കുന്ന ആകാശം, അതിനെ നമുക്ക് മഹാകാശം എന്ന് വിളിക്കാം. ഇനി അവിടെയൊരു കുടം കൊണ്ടുവച്ചാലോ? ആ കുടം ആകാശത്തെ പരിമിതപ്പെടുത്തി ഒരു കുടത്തിനകത്തുള്ള ആകാശം അഥവാ ഘടാകാശമുണ്ടാക്കിയതുപോലെ നമുക്ക് തോന്നും. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ആ കുടം വെച്ചതുകൊണ്ട് ആകാശം ശരിക്കും പരിമിതപ്പെട്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. ഈ കുടത്തിൻ്റെയും ആകാശത്തിൻ്റെയും ഉദാഹരണമുണ്ടല്ലോ, ഇത് ജീവൻ, ഈശ്വരൻ എന്നീ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. എങ്ങനെയെന്നാൽ, ആ അനന്തമായ ആകാശം പോലെയാണ് നമ്മുടെ ബോധം. ഈ ബോധം ശരീരം, മനസ്സ് പോലെയുള്ള ചെറിയൊരു ഉപാധിയുമായി ചേരുമ്പോൾ, അതായത് ആ ചെറിയ കുടത്തിനകത്തുള്ള ആകാശം പോലെ, നമുക്കതൊരു പരിമിതനായ വ്യക്തിയായി അഥവാ ജീവനായി തോന്നുന്നു. എന്നാൽ
ഇതേ ബോധം തന്നെ പ്രപഞ്ചം മുഴുവനായിട്ടുള്ള ആ ഒരു മായ എന്ന വലിയ ഉപാധിയുമായി ചേരുമ്പോഴോ അപ്പോഴത് സർവശക്തനായ ഈശ്വരനായി നമുക്ക് കാണപ്പെടുന്നു. കണ്ടോ, രണ്ടിന്റെയും അടിസ്ഥാനം ഒന്നു തന്നെയാണ്, ബോധം. പക്ഷെ ഉപാധി ചെറുതാണോ വലുതാണോ എന്നതിനനുസരിച്ച് അത് ജീവനായും ഈശ്വരനായും നമുക്ക് തോന്നുന്നു. അത്രയുള്ളൂ. അപ്പോ ഇതിനെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പറയാം? നിങ്ങളുടെ ശരീരം ആ കുടം പോലെയാണ്, നിങ്ങളുടെ ബോധം ആ ആകാശവും. നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ വളരെ ലിമിറ്റഡ് ആണെന്ന്, പക്ഷെ നിങ്ങൾ ഒരിക്കലും ലിമിറ്റഡ് അല്ല. ആ ഒരു പരിമിതിയുടെ തോന്നലുണ്ടല്ലോ, അത് വെറുമൊരു ഇല്യൂഷനാണ്. ഓക്കെ, ഇതെല്ലാം കേട്ടു, ഈ മിഥ്യാബോധത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു. പക്ഷേ ഇത് അറിഞ്ഞിട്ട് എന്ത് കാര്യം? അതാണ് സ്വാഭാവികമായും വരുന്ന അടുത്ത ചോദ്യം. ഈ ഒരു ഇല്യൂഷൻ അപ്പുറത്തേക്ക് കാണാൻ നമുക്ക് എങ്ങനെ പറ്റും? ഈ അറിവ് നമ്മുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുമോ? യെസ്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കണം. നമ്മുടെ ലക്ഷ്യം ഈ ഉപാധികളെ ഇല്ലാതാക്കുക എന്നല്ല. അതായത് ശരീരത്തെ നശിപ്പിക്കാനോ മനസ്സിനെ ഇല്ലാതാക്കാനോ ഒന്നുമല്ല പറയുന്നത്. പിന്നെന്താ വേണ്ടത്? ഈ ഉപാധികളൊക്കെയാണ് റിയൽ, ഇതാണ് സത്യം എന്ന നമ്മുടെ ഒരു തെറ്റായ ധാരണയുണ്ടല്ലോ, അതിനെയാണ് ഇല്ലാതാക്കേണ്ടത്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആ ചുവന്ന പൂവെടുത്തു മാറ്റുമ്പോൾ ക്രിസ്റ്റലിലെ ചുവപ്പ് നിറമങ്ങ് പോവുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആ ക്രിസ്റ്റൽ വെള്ളമൊഴിച്ച് കഴുകിയതുകൊണ്ടല്ല ആ നിറം പോയത്. ആ ചുവപ്പ് നിറം തുടക്കം മുതലേ ശരിക്കും അവിടെ ഇല്ലായിരുന്നു എന്നൊരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ്. അതുപോലൊരു തിരിച്ചറിവാണ് നമുക്കും ജീവിതത്തിൽ വേണ്ടത്. ഇതിലുള്ളൊരു വഴിയാണ് വിചാരം, അഥവാ സെൽഫ് ഇൻക്വയറി. ഇതെങ്ങനെ ചെയ്യാം? അതിന് 4 സ്റ്റെപ്പുകളുണ്ട്. 1. നിങ്ങളുടെ ഐഡന്റിറ്റിയെ സ്വയം ചോദ്യം ചെയ്യുക. ഞാൻ ഈ ശരീരമാണോ? ഈ വരുന്ന ചിന്തകളാണോ ഞാൻ? ഇങ്ങനെ. 2. കാണുന്ന ആളും, അതായത് നിങ്ങളും, കാണപ്പെടുന്ന വസ്തുക്കളും, അതായത് നിങ്ങളുടെ ശരീരം, ചിന്തകൾ, ഇവയെല്ലാം രണ്ടാണ് എന്ന് വേർതിരിച്ചറിയുക. നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാറ്റിൻ്റെയും മാറ്റമില്ലാത്തൊരു സാക്ഷിയാണെന്ന് മനസ്സിലാക്കുക. 3. ലോജിക് ഉപയോഗിക്കുക. സിമ്പിൾ ലോജിക്. സ്വപ്നത്തിൽ നമുക്ക് ശരീരമില്ല, പക്ഷെ ഞാൻ എന്നൊരു ബോധം അവിടെയുണ്ടല്ലോ. അപ്പോൾ അതിനർത്ഥം ഞാൻ ശരീരത്തിൽ നിന്ന് വേറിട്ട ഒന്നാണെന്നല്ലേ? 4ാമത്തെ സ്റ്റെപ്പ് നേതി എന്ന് പറയുക. അതായത് ഇതല്ല ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങളല്ലാത്ത ഓരോന്നിനെയും മനസ്സുകൊണ്ടും മാറ്റി നിർത്തുക. ഈയൊരു അന്വേഷണം, ഈയൊരു വിചാരം, ഇതിൻ്റെയൊക്കെ അവസാനം നിങ്ങളൊരു സത്യത്തിലേക്കെത്തും. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശാശ്വതനാണ്, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യാത്തവനാണ്, ഒരു ആക്ഷനും ഇല്ലാത്തവനാണ്. ഈ കാണുന്ന എല്ലാ പ്രവൃത്തികളും അനുഭവങ്ങളും സങ്കടങ്ങളും ഇതെല്ലാം ആ ഉപാധികളുടേതാണ്, നിങ്ങളുടേതല്ല. അപ്പോ നമ്മൾ എന്തെല്ലാമോ അല്ല എന്ന് കണ്ടുകഴിഞ്ഞു. നിങ്ങൾ ശരീരമല്ല, മനസ്സല്ല, നിങ്ങളുടെ റോളുകളോ പദവികളോ ഒന്നുമല്ല. ശരി, ഇതെല്ലാം അല്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾ? ഈയൊരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഇതൊരു തുടക്കമാവട്ടെ. നന്ദി.